സാറെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ഇത് ബിസിനസ് കൺസൾട്ടൻ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ഫാമിലിക്ക് പോകും. ഒരു ദിവസം? സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ. ബാക്കി എല്ലാ ദിവസവും സാർക്ക് കൊടുക്കും? ബാക്കി വർക്കുണ്ട്. കാലത്ത് വന്നപ്പോൾ ഇവിടെ ബോർഡ് കണ്ടു. ആ, അപ്പോൾ വൈഫ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നിന്റെ ഭാഗ്യത്തിന് നിന്റെ ഒരു ദിവസം ആയിപ്പോയി. പോയേക്കാം. അപ്പോൾ എൻ്റെ ഒരു പോളിസി താഴ്ന്നു കൊടുക്കുക, ക്ഷമ പറയുക, കുറഞ്ഞ പരിപാടികൾക്ക് പോവുക, എങ്ങനെയെങ്കിലുമൊക്കെ. ഒരു ദിവസമല്ലേ, ഇന്ന് സഹിച്ചാൽ മതിയല്ലോ. 29 ദിവസം ഉണ്ടല്ലോ എനിക്ക്. ഒരു മാസത്തെ ഒരു ദിവസം കൊടുക്കും. ഒരു മാസത്തിൽ 4 ദിവസം, 4 ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. ഏതെങ്കിലും ശനിയാഴ്ച അവധി എടുക്കുമോ? ഇന്ന് 2-ാം ശനിയാണ്, സോറി, ഈ ദിവസം അല്ല എന്നൊക്കെ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര കാലമായി? 31 വർഷം. ഇത് സാറിൻ്റെ കണക്കാണ്. പുള്ളിക്കാരിക്ക് 370 ദിവസമേ ആയിട്ടുള്ളൂ. പുള്ളിക്കാരി ഇത് ഫ്രഷ് റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസത്തെ തരത്തുള്ളൂ എന്നുള്ള കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള പരിപാടിയാണോ? നീ വേണം നോക്ക്, നാളെ ഞാൻ കൊണ്ടുവരാന്നൊക്കെ. വെറുതെയാ അല്ലേ? ഇത് പുള്ളിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഇത് ഇപ്പോഴാണ് അറിയുന്നത്. ഓഹോ, അങ്ങനൊരു പരിപാടി. ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അച്ഛനെ ഒരു ദിവസമേ കിട്ടത്തുള്ളൂ എന്നുള്ളത്. ഇവരോടെ സ്കൂളിൽ കൊച്ചിൽ PTA മീറ്റിംഗ് വെച്ചാൽ ശനിയാഴ്ചയാണ് നിനക്കുള്ള ദിവസം, അന്ന് PTA മീറ്റിംഗ് വെക്കാൻ പറ അല്ലേ? എനിക്ക് ബാക്കി വർക്ക്. ഞാൻ പറഞ്ഞത് ഒരു ദിവസമല്ല, അതായത് ഇപ്പം ചെറിയ മാറ്റമുണ്ട്. എനിക്ക് റിലാക്സേഷൻ വേണമല്ലോ. സത്യമായിട്ടും, തീർച്ചയായിട്ടും. അത് ഇവരുടെ കയ്യിലായിരുന്നു താക്കോൽ കൊടുത്തേക്കണം. താക്കോൽ അവരുടെ കയ്യിലുണ്ട്, പക്ഷെ തുറക്കണ സാറ് വരണ്ടേ? അവർ പറയും സാധനം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ തുറക്കാൻ പറ്റില്ല. സ്റ്റഡി ചെയ്ത് വെക്കും. ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ അതനുസരിച്ച് ഡേറ്റ് വരും. വരുന്നിട്ട് താക്കോലിടും, പോവും. എന്നിട്ട് രാത്രി കിടക്കും, പൂട്ടി വെക്കും. എന്തോ അല്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടടിക്കണം. ഇത്രയും ജോലി എന്ന് പറഞ്ഞൊരു മനുഷ്യല്ലേ. ഭയങ്കര വർക്കഹോളിക്കാണോ ഹസ്ബൻഡ്? ഏയ് പോയേക്കുക. മമ്മൂട്ടിയൊക്കെ തിരക്കുള്ളൊരു മനുഷ്യൻ അല്ലേ? സാറ് ഭയങ്കര വലിയ സംഭവമാണ് അല്ലേ? ഞാനാണെങ്കിൽ ഒന്നീ ജോലി കളഞ്ഞാലല്ലേ ഭാര്യയെ കളഞ്ഞാൽ.